ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇന്ന് ശ്രീകൃഷ്ണാഷ്ടമിയായിട്ട് ഭഗവാന്റെ കഥകൾ പറയാനായിട്ട് ഭഗവാൻ ഒരുപാട് അവസരം തന്നു. രാവിലെ തന്നെ ചേർപ്പിലെ പഴുവിലെ അമ്പലത്തിൽ, ശ്രീകൃഷ്ണസ്വാമിയുടെ അമ്പലത്തിലായിരുന്നു ഇന്നത്തെ സത്സംഗം. അവിടെ ഒരുപാട് സജ്ജനങ്ങൾ വന്നിരുന്നു. അപ്പോൾ അവരെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ട് ഇരിക്കുന്ന നല്ല ഒരു അനുഭവമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ശരിക്കും പലപ്പോഴും അതെ ആ ഭഗവാന്റെ സാന്നിധ്യം അങ്ങനെ അനുഭവമുള്ള പോലെ നമുക്കത് അത്രയും സന്തോഷമായി. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കണ്ണൻ്റെ കളിത്തട്ടിൽ ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ വൈകുന്നേരം ആ ഭഗവാന്റെ കഥകൾ അനുസ്മരിക്കാനും അല്പസമയം സത്സംഗത്തിലിരിക്കാനുമായിട്ട് സാധിച്ചു. ഉണ്ണിക്കണ്ണൻ്റെ ജനന ഭാഗങ്ങൾ, ഭാഗവതത്തിലെ മനോഹരമായ ഭാഗങ്ങൾ എല്ലാ തവണയും നമ്മളത് അനുസ്മരിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഉള്ളതിനൊരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, ഭാഗവതം സപ്താഹത്തിന് പോയിരുന്നു, അക്കിത്ത ഭാഗവത സപ്താഹം. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട് ഇത്തവണത്തെ കൃഷ്ണാവതാരം പറയാമെന്നാണ് ആഗ്രഹിക്കണേ. ആദ്യമായിട്ട് അന്ന് ഇങ്ങനെ നോക്കിയിരുന്നു, അവിടെ പാരായണം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പാരായണം ചെയ്തിട്ടില്ല അതുവരെ. കാരണം അവർ ആചാര്യന്മാർ പാരായണം ചെയ്തത് ഇങ്ങനെ നോക്കിയിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ ധാരാളം തെറ്റുകൾ ഒക്കെ വന്നു എന്ന് വരാം. എന്നാലും കൊതി കൊണ്ട് പാരായണം ചെയ്യുക, ആ കൊതിയോട് കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗങ്ങൾ ശരിക്കും മൂലം ഭാഗവതത്തിലുള്ള അതേ ശ്ലോകങ്ങൾ തന്നെയാണ് ഇതിലേക്ക് പകർത്തി എഴുതിയിട്ടുള്ളത്. അത് സംസ്കൃതത്തിലാണെങ്കിൽ ഇത് ശുദ്ധമായ മലയാളത്തിലാണ്, നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഭാവത്തിലാണ്, കഥയൊന്നും പറയണ്ട. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു അക്കിത്ത ഭാഗവതം വായിച്ച് പറയണം എന്ന് ധാരാളം പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണം എന്നാണ് പറഞ്ഞ ധാരാളം പേരുണ്ട്. ഒരാൾ പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറായിട്ടാണ്. കാരണം എനിക്കത് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്യാറായിട്ട് തന്നെയായിരുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് ആ ഭാഗം വായിച്ചുകൊണ്ട് നമുക്കിന്ന് ഇത് ഇന്നത്തെ ജന്മാഷ്ടമി നമുക്ക് അങ്ങനെ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഉയർത്തിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ ഹരേ അതും വേണമെന്ന് തോന്നുന്നുണ്ട്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. പായട്ടിരിക്കും, നിർത്തിയിരിക്കണ്ട. ഭാഗവതം ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം മുതലാണ് പാരായണം ചെയ്യണത്. ഭഗവാന്റെ ചരിതങ്ങൾ സോമവംശവും സൂര്യവംശവും ഒക്കെ പൂർണ്ണമായിട്ട് പറഞ്ഞ് കൊടുത്തിട്ട് നാമസ്കന്ധത്തിലൊക്കെ വരെ ഉള്ള ഭാഗങ്ങളിലെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ ശ്രീകൃഷ്ണ അവതാര ഭാഗം വന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് കലികാലത്ത് ഉള്ള ആ ഭക്തന്മാരുടെ ദുഃഖത്തിൻ്റെ തമസ്സുകൾ അകറ്റാനായിട്ട് ഭഗവാൻ വന്നു, ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് ആ ചരിതത്തിനെ 3-4 ശ്ലോകങ്ങളെ കൊണ്ട് ചുരുക്കി പറഞ്ഞപ്പോൾ രാജാവ് ചോദിക്കുകയാണ്. രാജാവ് പറഞ്ഞു, വേണ്ട പോലെ സോമസൂര്യവംശങ്ങൾ വിവരിച്ചു നീ, പരമാത്ഭുതമാ 2 രാജവംശചരിത്രവും ചൊല്ലി നീ യദുവിൻ ധർമ്മശീലമൊട്ടേറെ മാമുനെ, അവതീർണൻ വിഷ്ണുവിൻ്റെ വീര്യങ്ങളിനി ചൊൽക നീ. അപ്പം യദുവംശത്തിൻ്റെ ആ ധർമ്മശീലങ്ങളെ പറ്റിയിട്ടൊക്കെ ധാരാളം പറഞ്ഞു. പക്ഷേ ആ ഭഗവാന്റെ കഥ കേൾക്കാനാണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവ് കാത്തിരിക്കണത്. അപ്പം അത് വിശദമായിട്ട് പറയുമെന്ന് പറയണം. യദുവംശത്തിൽ പിറന്ന ഭഗവാൻ ഭൂതഭാവനൻ എന്തൊക്കെ ചെയ്തു വിശ്വാത്മാവെന്നോതുക സവിസ്തരം. നിവൃത്തകാമർക്ക വിരാമഗീതം ഔഷധം ശ്രോതമനോഭിരാമം ഭവൗഷധം ശ്രോതമനോഭിരാമം. ആ ഉത്തമ ശ്ലോക ഗുണം പറഞ്ഞു സംതൃപ്തനാകുന്നു വിനാപശുഗ്നൻ. നിവർത്തകാമർക്ക അവിരാമഗീതം ഭവൗഷധം ശ്രോതമനോഭിരാമം. ആരുത്തമ ശ്ലോക ഗുണം പറഞ്ഞു സംതൃപ്തരാകുന്നു വിനാപശുഗ്നൻ. പറയണു, ഭഗവാന്റെ കഥ പറയൂ. ആ ഭഗവാന്റെ ആ അത്യത്ഭുതമായിട്ടുള്ള ലീലകൾ നമ്മുടെ ഭവരോഗത്തിനൊക്കെ ഏറ്റവും വലിയ ഔഷധമാണ്. ഇപ്പോൾ ഈ സംസാര ദുഃഖം, ഭവരോഗം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങളൊക്കെ ഭവരോഗം എന്നാണ് പറയണത്. നമ്മുടെ ഈ സംസാരത്തിൽ ലൗകികത്തിൽ വരുന്ന എല്ലാത്തിനെയും കൂടിയിട്ടാണ് ഭവരോഗം എന്ന് പറയണത്. അപ്പോൾ ആ ഭവരോഗത്തിന് ഏറ്റവും വലിയ ഔഷധം ആണ് ഈശ്വര കഥകളെ കേൾക്കുകയും ഈശ്വരനാമം ജപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ശ്രോതമനോഭിരാമം, ആ ചെവിയിലൂടെ കേട്ടിട്ട് മനസ്സിനെ അഭിരമിപ്പിക്കുന്നത്, ആ ചെവിക്കും മനസ്സിനും ഒരുപോലെ രമിക്കാൻ പറ്റും. കേൾക്കുമ്പോൾ ആ കാതുകൾക്ക് ഇമ്പം, അതിനെ ആസ്വദിക്കുന്ന മനസ്സിനും ഇമ്പം ഒരുപോലെ അനുഭവിക്കുന്ന ആ ഭഗവാന്റെ ആ ഉത്തമ ശ്ലോകൻ്റെ ആ ഗുണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ആർക്കാണ് സംതൃപ്തി വരിക? ആ ഈശ്വരൻ വിമുഖനായിട്ടിരിക്കണവരല്ലാണ്ട് ബാക്കി ആർക്കെങ്കിലും സംതൃപ്തി വരുമോ? അതുകൊണ്ട് ഈശ്വര കഥകളെ പറയണേ, വിസ്തരിച്ച് പറയണേ എന്ന് പറയണേ. മൽപൂർവർ വിണ്ണൊരയുമാർ ജയിക്കുമാ ഭീഷ്മാദികൊമ്പുള്ള തിമിംഗളങ്ങളാൽ വിലങ്ങിടാ കൗരവവാധിപൈക്കിടാ കുളമ്പു നീരാക്കിയതേതു തോണിയാൽ ദ്രൗണ്യസ്ത്രദഗ്ധം കുരുപാണ്ഡവർക്കു സന്താന ബീജം മമമേനിയാരോ എന്നമ്മ തൻ കുക്ഷിയിൽ വന്നു ചക്രം തിരിച്ചു സംരക്ഷിതമാക്കി നിർത്തി. ആ
തൻ്റെ ആ പൂർവ്വ സമയത്തുള്ള ആ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അതായത് ആ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം, ഒരു പൈക്കിടാവിൻ്റെ കുളമ്പടിയിലെ ജലത്തിനെ കവച്ചു വെച്ച് കടക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല. അതുപോലെ അങ്ങോട്ട് അതിനെ കടക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. വലിയ സമുദ്രം ഒരു പശുക്കിടാവിൻ്റെ കുളമ്പടി കവച്ചു വെക്കണ പോലെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അത്ഭുതമാണ്. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതുപോലെ ആ യുദ്ധത്തിനെ ജയിക്കാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, യുദ്ധം കഴിഞ്ഞ ശേഷം ആ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൻ്റെ ആ ശക്തി തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വന്നപ്പോൾ അമ്മ അതാ ഓടിച്ചെന്നിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചു. കൃഷ്ണകൃഷ്ണ മഹായോഗി എന്നുണ്ടത് ആ ഭഗവാനെ ആശ്രയിച്ചു. വേറെ ആരും എനിക്ക് ആശ്രയമില്ല. കാരണം എനിക്ക് വേണ്ടത് എന്താ? എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുകയാണ് വേണ്ടത്. മരണത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, അതാണ് എനിക്ക് ആവശ്യം. അപ്പോൾ സ്വന്തം മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ പറ്റാത്തവരാണ് എല്ലാവരും. ആർക്കും മരണത്തിനെ ജയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവരോട് ചെന്നിട്ട് എൻ്റെ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് സാധ്യമാവുക? അപ്പം അതുകൊണ്ട് ആ ജനന മരണങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണേ ആ ഭഗവാനെ അവിടത്തേക്ക് മാത്രമേ എൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനെ അഭയം പ്രാപിച്ചപ്പോൾ അമ്മയുടെ ആ കുക്ഷിയിൽ, അമ്മയുടെ ആ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു വിരലിൻ്റെ വലിപ്പത്തിൽ ശംഖചക്ര ഗദാപത്മങ്ങളെ ധരിച്ചുകൊണ്ട് സുരക്ഷിച്ച് ആ ജീവനെ സംരക്ഷിച്ചു. അങ്ങനെ എന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ ഭഗവാൻ എനിക്ക് ദർശനം നൽകി, എന്നെ സംരക്ഷിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥ എനിക്ക് വിസ്തരിച്ച് കേൾക്കണം. ശരീരികൾ കന്തരഭാഗ്യവീരൻ, മോക്ഷത്തോടൊപ്പം മൃതിയും തരുന്നോൻ, അകാലമാകും പുരുഷന്റെ മായാവിലാസമൊട്ടുക്കുര ചെയ്ത വിദ്വാൻ. രോഹിണീ സുതനായല്ലോ ചൊല്ലി നീ ബലരാമനെ, ദേവകീ ഗർഭസംബന്ധം അവനെങ്ങനെ കൈവരും? പൃഥുഗേഹത്തിൽ നിന്നെന്തേ ഗോകുലം വരുവാൻ ഹരി, ബന്ധുക്കളോടൊത്ത എവിടെ വസിച്ചു ഭക്തവത്സലൻ. വ്രജം മധുരയും വാഴ്കെ എന്തൊക്കെ ചെയ്തു കേശവൻ, കംസനെ തൻ മാതുലനെ എന്തിനവധ്യനെ. എത്ര കൊല്ലങ്ങളാ മായാമാനുഷൻ വൃഷ്ണിയുക്തനായി നിവസിച്ചു ദ്വാരകയിൽ, പ്രഭുവിനെത്ര ഭാര്യമാർ. ഇതടക്കം മുനെ വിസ്തരിച്ചാലും കൃഷ്ണചേഷ്ടിതം വിടില്ല താങ്കൾ യാതൊന്നും, സർവജ്ഞൻ തന്നെയല്ലി നീ. തെന്മുഖാബ്ജത്തിൽ നിന്നു ഉറിവരും കരികഥാമൃതം കുടിച്ചാൽ രക്തോദകനും വരാ പൈതാഹ സങ്കടം. പറയണു ആ ഭഗവാനെ. അതുകൊണ്ട് ആ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുന്ന ആ ഭഗവാന്റെ കഥകളെ വിസ്തരിച്ച് പറയണം. ആ രോഹിണിയുടെ പുത്രനാണ് ബലരാമൻ എന്ന് ഇതിനിടയിൽ പറയണ്ടായല്ലോ. അതെങ്ങനെയാണ് രോഹിണി പുത്രനായത്? ജ്യേഷ്ഠനാണ് ബലരാമൻ എന്നാണല്ലോ, കൃഷ്ണൻ്റെ ജ്യേഷ്ഠനല്ലേ. അപ്പം എങ്ങനെ രോഹിണി പുത്രനായത്? ആ ദേവകിക്ക് പിന്നെ എങ്ങനെയാണ് ദേവകിയുടെ ഗർഭമായിട്ട് ആ ബലരാമന് എന്താണ് ബന്ധം ഉണ്ടായത്? പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ആ ദേവകിയുടെയും വസുദേവരുടെയും അടുത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഗോകുലത്തിലേക്ക് വരാൻ കാരണം? എത്ര കാലം അവിടെ വസിച്ചു? ആ മധുരയും വ്രജമൊക്കെ അവിടെയൊക്കെ താമസിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്തത്? കംസൻ എന്ന് പറഞ്ഞാൽ അമ്മാവനല്ലേ. ആ അമ്മാവനെ എന്തിനാണ് വധിച്ചത്? എത്ര കൊല്ലങ്ങളാണ് മായാമനുഷ്യ രൂപത്തിൽ ഭഗവാൻ അങ്ങനെ ദ്വാരകയിൽ താമസിച്ചത്? ആരൊക്കെയാണ് വിവാഹമൊക്കെ കഴിച്ചത്? ആരൊക്കെയാണ്? അങ്ങനെ എല്ലാ കഥകളും വിസ്തരിച്ച് പറയൂ. ഒന്നും അവിടെ നിന്ന് വിട്ടുപോവില്ല എന്നെനിക്കറിയാം. എങ്കിലും
അത് കൊതി കൊണ്ട് എങ്ങാനും എന്തെങ്കിലും വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ്, കൊതി കൊണ്ട് ചോദിക്കുകയാണ്, കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ചോദിക്കണത്. അപ്പോൾ അത് വിസ്തരിച്ച് പറയണം, എല്ലാ കാര്യവും വിസ്തരിച്ച് പറയണം എന്ന് പറയണം. അങ്ങയുടെ മുഖത്തു നിന്ന് ഊറി വരുന്ന ആ ഭഗവാന്റെ കഥാമൃതം എത്ര സേവിച്ചാലും മതിയാവില്ല. എത്രയായാലും ആ കർണഹൃദയങ്ങൾക്ക് ദാഹം ശമിക്കണില്ല, കേട്ടിട്ടും കേട്ടിട്ടും മതിയാവണില്ല. അതുകൊണ്ട് പറയൂ എന്ന് പറഞ്ഞു. സൂതൻ പറഞ്ഞു, ഈ ശ്രേഷ്ഠമായ മൊഴി കേട്ട ശുകർഷി ശൗനകർഷേ പുകഴ്ത്തി ശശിവംശജനെ തിരിച്ചും ചൊല്ലാൻ തുടങ്ങി കലികൾ മഷമാകെ നീക്കും ശ്രീകൃഷ്ണദേവകഥ ഭാഗവത പ്രധാനൻ. ശ്രീശുകൻ പറഞ്ഞു, കുറിക്കു തന്നെ കൊണ്ടു നിൻ ബുദ്ധി രാജർഷി സത്തമ. സുദൃഢം വാസുദേവന്റെ കഥയിൽ താങ്കൾ തൻ്റെതി. വാസുദേവ കഥാപ്രശ്നം ത്വൽപാദസലിലോപമം ശുദ്ധീകരിപ്പൂ മൂന്നാളെ വക്തു ശ്രോതാക്കൾ വൃക്ഷകൻ. പറയണു ഭഗവാനോ. അപ്പം അത് കേട്ടപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിക്ക് എന്തെന്നില്ലാത്തൊരാനന്ദം ഉണ്ടായി. കാരണം ശ്രീശുക ബ്രഹ്മർഷി എല്ലാത്തിനെയും ആ അച്ഛൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് തന്നെ 16-ാമത്തെ വയസ്സിലാണ് അത്ര. അതുവരെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. കാരണം ഭൂമിയിലേക്ക് വന്നാൽ മായ ബാധിക്കും എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ അതുവരെ ആ ഭൂമിയിൽ വരാതിരിക്കാനിരുന്നു. അവസാനം മായയും ഭഗവാനും കൂടി വാക്ക് കൊടുത്തു. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു മായ ബാധിക്കില്ല എന്ന്. ആ ഉറപ്പോട് കൂടിയിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിലേക്ക് വന്ന വഴി എല്ലാ സംഘങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ആ കാട്ടിലേക്ക് പോകണു. അപ്പോൾ വേഗം ഉറക്കെ പുത്രാന്ന് വ്യാസദേവൻ വിളിച്ചപ്പോൾ സർവഭൂതഹൃദയം മുനിമാനദോസ്മി, എല്ലാ ഭൂതജാലങ്ങളിൽ നിന്നാണ് മറുപടി കിട്ടിയത് എന്ന് പറഞ്ഞ് സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണ്, ആ പരബ്രഹ്മം തന്നെയാണ് ഈ എന്നിലുള്ളത്. ഞാനല്ലാണ്ട് ആരുടെയും എല്ലാവർക്കും ഒരുപോലെ, എല്ലാം ഒരുപോലെയാണ്. ആ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കണവരാണ്, ബ്രഹ്മം തന്നെയാണ്. ശ്രീശുക ബ്രഹ്മം എന്നാ പറയുക എന്ന് ഉള്ള ഭാവത്തിൽ കാട്ടിൽ പോയി. ആ അത്രയും വിശേഷപ്പെട്ടിട്ടുള്ള ആ പരബ്രഹ്മസ്വരൂപൻ്റെ കഥകളെ ആവോളം എഴുതിക്കൊണ്ട് ആ ഭാഗവതം എഴുതി പൂർത്തിയാക്കിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ഈ ഭാഗവതം പഠിപ്പിച്ചു വേദവ്യാസ മഹർഷി. അപ്പോൾ ഈ ശിഷ്യന്മാരിതാ ഭാഗവതം ഇങ്ങനെ പാടിക്കൊണ്ട് ആ കാനനത്തിലൂടെ പൂക്കളെ പറിക്കാനും ചമതയും ദർഭയൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവരെപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന അത്യത്ഭുതമായിട്ട് ഒരിക്കലെങ്കിലും അത് അനുഭവമായി കഴിഞ്ഞാൽ നാവിൽ നിന്ന് വിട്ടുപോകാത്തതാണ് ഭഗവാന്റെ ചരിതങ്ങൾ. അപ്പോൾ അതിനെ ആസ്വദിച്ച് അനുഭവിച്ചവർക്ക് അതിനെ ഉപേക്ഷിക്കാനേ പറ്റണില്ല. എപ്പോഴും നമ്മുടെ നാവിലെപ്പോഴും നാമം വരണില്ല എന്ന് വെച്ചാൽ നമ്മൾ ആ ഭഗവാന്റെ നാമത്തിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല. കാരണം മറ്റ് പല രുചികളിലും പെട്ടിട്ട് നമ്മുടെ നാവൊക്കെ മരവിച്ചു പോയി. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്വാദുള്ള ആഹാരം കഴിച്ചാലും രുചി തോന്നുമോ? രുചി തോന്നില്ല. കാരണം എന്താ? നാവ് മരവിച്ചത് കൊണ്ട്. നാവിന് ആ വസ്തുവിന് രുചിയില്ലാത്തത് കൊണ്ടല്ല, നാവിന് മരവിപ്പ് ബാധിച്ചത് കൊണ്ടാണ്. അതുപോലെ നമ്മുടെയൊക്കെ നാവ് മരവിച്ചു പോയി. നമ്മുടെ കാതുകൾ ആവശ്യമില്ലാത്തതൊക്കെ കേട്ട് മരവിച്ചു, കണ്ണുകൾ ആവശ്യമില്ലാത്തതൊക്കെ കണ്ട് മരവിച്ചു, നാവുകൾ ആവശ്യമില്ലാത്ത രുചിയും ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞും കൊണ്ടും അതൊക്കെ മരവിച്ചിരിക്കുകയാണ്. അതിനെ അനുഭവിക്കാൻ അറിയില്ല. ഇനി എന്ത് വേണം? അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട് ആ രോഗം മാറി പൂർണ്ണമായിട്ട് മാറിയാൽ മാത്രമേ നമുക്കിതൊക്കെ ഇതിൻ്റെയൊക്കെ സ്വാദു പതേ ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കണം. സ്വാദ് നമുക്ക് അനുഭവവേദ്യമാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഈശ്വര സ്വാദില്ലെങ്കിലും മരുന്ന് കഴിക്കണം. വേണ്ടേ? സ്വാദില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം മാറില്ല. അപ്പം ഭവരോഗത്തിനുള്ള ഔഷധം എന്താ? നാമജപം തന്നെയാണ്. നാമം ജപിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ കാതുകൾക്കും നാവുകൾക്കും നമ്മുടെ ചിത്തത്തിനൊക്കെ അതിൽ രതി ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് പറയണു,
ഈ ഇവരിതാ ആ ഭഗവാന്റെ കഥകൾ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതിസുന്ദരമായിട്ടുള്ള ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ കേൾക്കുക നിമിത്തം ശ്രീശുഖ ബ്രഹ്മർഷിയുടെ മനസ്സ് പോലും ആർദ്രമായിട്ട് ഭക്തിഭാവത്തിലേക്ക് വന്നു ചേർന്നു. എല്ലാ ഭാവത്തിലും വിട്ട് പൂർണ്ണമായിട്ട് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നതാണ്. എന്നിട്ടും ഭക്തി അവിടെ ആ ഭക്തിരസപ്രധാനമായിട്ടുള്ള ആ ഭാഗവതം കേട്ടപ്പോൾ ആ ഭാഗവതത്തിനോടുള്ള കൊതി കൊണ്ട് ബ്രഹ്മമായിട്ടിരിക്കുന്നതിനേക്കാളും ആ ബ്രഹ്മത്തെ ആസ്വദിക്കുക, ആ ബ്രഹ്മത്തെ അനുഭവിക്കുക എന്നുള്ള കൊതി കൊണ്ട് ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ നിന്ന് ഒന്ന് ഭാഗവതം ഇതുപോലെ പാടി നടക്കാൻ തുടങ്ങി. അത്രയും അദ്ദേഹത്തിന് എത്ര ആസ്വദിച്ചാലും ആ ഭക്തിരസത്തെ എത്ര കുടിച്ചാലും അദ്ദേഹത്തിന് മതിയാവണില്ല. അതിങ്ങനെ പറഞ്ഞ് എത്ര നടന്നാൽ അങ്ങനെ പറഞ്ഞ് തൃപ്തി വരാത്ത ആളാണ് ആര്? ശ്രീശുഖ ബ്രഹ്മർഷി. ആ ശ്രീശുഖ ബ്രഹ്മർഷിയോട് എന്താ പറയണേ രാജാവ്, എനിക്ക് കേട്ട് മതി വരണില്ല എന്നാ പറയണേ. അപ്പം രണ്ടുപേരും ഒരേ തലത്തിലാണ്. ഒരാൾക്ക് പറഞ്ഞിട്ടും മതിയാവണില്ല, ഒരാൾക്ക് കേട്ടിട്ടും മതിയാവണില്ല. എന്ത് കേട്ടിട്ട് മതിയാവണില്ല? ഈശ്വര കഥകളെ കേട്ടിട്ട് മതിയാവണില്ല, ഈശ്വര കഥകളെ പറഞ്ഞ് മതിയാവണില്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞു ആ കഥയിലുള്ള അപ്പോൾ ആ ഭഗവാന്റെ കഥകളിലുള്ള രുചി അനുഭവിച്ചറിഞ്ഞ ശ്രീശുഖന് തീർച്ചയായിട്ടും ആ പരീക്ഷത്തിൻ്റെ ആ രുചി മനസ്സിലായി. ഒരേ തലത്തിലുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് പറയണു ആ ഭഗവാന്റെ കഥകൾ അവിടുത്തെ എല്ലാ 3 പേരെയാണ് ശുദ്ധീകരിക്കുക. ആരെയാണ്? പറയുന്ന ആളെയും കേൾക്കുന്ന ആളെയും ശുദ്ധീകരിക്കും. അത് മാത്രമല്ല, ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആളെയും ശുദ്ധീകരിക്കുക. അയാൾ ചോദിക്കൊണ്ടാണല്ലോ ഇദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറയുന്നതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാവരും കേൾക്കണത്. അപ്പം ഈ 3 തലത്തിലുള്ളവരെയും ശുദ്ധീകരിക്കുന്നതാണ് ആ ഭഗവാന്റെ കഥകൾ എന്ന് പറയാം. കോടി തൃപ്ത വ്യാജരാജ ദൈത്യതൻ പാടയൽധര ബ്രഹ്മാവിൽ ശരണം തേടി ഭാരം താങ്ങാനശക്തിയാൽ ആസുരിക ഭാവം നിറഞ്ഞിട്ട് അങ്ങനെയുള്ളവരെ വന്നപ്പോൾ ദുഷ്ടന്മാർ നിറഞ്ഞപ്പോൾ ആ ദുഷ്ടൻ്റെ ആ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ എത്ര ഭാരത്തിനെയും താങ്ങാൻ ഭൂമിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ ഒരു ദുഷ്ടൻ്റെ ഭാരം സഹിക്കാൻ പറ്റില്ല അത്രേ. അങ്ങനെ ഇരിക്കുന്ന ആ ഭൂമിദേവി ഈ ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞപ്പോൾ ഭൂമിക്ക് അത് സാധിക്കണില്ല അതിൻ്റെ ഭാരം താങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറയണം. കണ്ണീരൊലിക്കും ഗോവായ വിഭുവിൻ ചാര നിന്നവൾ കരഞ്ഞുണർത്തിച്ചു പാരവശ്യത്താൽ അവൾ തന്നഴൽ. ആ ഒരു പശുവിൻ്റെ രൂപമെടുത്തിട്ട് നേരെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ബ്രഹ്മാവിനോട് കരഞ്ഞുകൊണ്ട് തൻ്റെ വിഷമത്തെ പറയണു. കാര്യം ഗ്രഹിക്കേ ബ്രഹ്മാവും ദേവന്മാരും ത്രിനേത്രനും ക്ഷീരസാഗര തീരത്തേക്ക് അവളോടൊത്തു നീങ്ങിനാർ. അവിടെ പോയി പുരുഷനെ ദയാലു ജഗദീശനെ ഭക്ത്യാ പുരുഷ സൂക്തത്താൽ സ്തുതിച്ചാ ദേവദേവനെ. ധ്യാനിക്കേ മാനത്ത ശരീരി വാക്കു കേട്ടോതി സുരന്മാരോടുടന്മ പിതാമഹൻ. ഞാൻ കേട്ട സാക്ഷാൽ പുരുഷന്റെ വാക്കുടൻ നാമം വരെ പാരിൽ നടപ്പിലാക്കണം. അപ്പോൾ ആ കരഞ്ഞുകൊണ്ട് ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം എടുത്തിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് നേരെ ശ്രീപരമേശ്വരനെയും കൂട്ടിക്കൊണ്ട് ക്ഷീരസാഗര തീരത്ത് പോയിട്ട് അവിടെ നിന്ന് സാക്ഷാൽ ജഗദീശ്വരനെ ആ ജഗന്നാരായണനെ ജഗത്പിതാവിനെ പ്രാർത്ഥിച്ചു സ്തുതിച്ചു. അപ്പോൾ ആ സ്തുതി കൊണ്ട് ഭഗവാന്റെ അശരീരി വാക്ക് അത് ആരാണ് ശ്രവിച്ചത്? ബ്രഹ്മാവാണ് ശ്രവിച്ചത്. ബ്രഹ്മാവിനെ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ബ്രഹ്മാവ് കേട്ടു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാനിതാ നമ്മുടെയൊക്കെ ആ സങ്കടത്തിനെ ശ്രീമൻ നാരായണൻ നമ്മുടെ പിതാമഹൻ കേട്ടിട്ട് പറയണു.
അല്ല നമ്മുടെ ആ ഭഗവാൻ കേട്ടിട്ട് പറയണം. അപ്പോൾ പിതാമഹനായിട്ടുള്ള ആ ബ്രഹ്മാവ് പറയാണ്, നമ്മുടെയൊക്കെ പിതാമഹൻ ബ്രഹ്മാവ് തന്നെയാണ്, ബ്രഹ്മാവിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായത്. പറയും, ഞാൻ സാക്ഷാൽ ആ പരമപുരുഷനായിട്ടുള്ള ശ്രീമൻ നാരായണൻ്റെ വാക്കുകൾ കേട്ടു, അത് നമുക്ക് നടപ്പിലാക്കണം അദ്ദേഹം പറഞ്ഞ വാക്കുകളെ. അറിഞ്ഞു പാരിന്നടലാദ്യമേ പുമാൻ പിറക്കുവിൻ നിങ്ങൾ യദുക്കളിൽ സ്വയം പാരിങ്കവം തീർപ്പതിനീശ്വരേശ്വരൻ വാഴുന്ന കാലം ഭുവി വാഴ്ക നിങ്ങളും. വസുദേവഗൃഹേ സാക്ഷാൽ വാസുദേവൻ വരൻ പുമാൻ പിറക്കുന്നു തൽപ്രിയാർത്ഥം മരണം സുരനാരിമാർ. വാസുദേവന്റെ കലയാം ആയിരം പണമുള്ളവൻ അനന്തനാദ്യം പിറക്കും. ഹരിപ്രിയ വിധായകൻ വിഷ്ണുമായ ഭഗവതി മുന്നമേ വിശ്വമോഹിനി കാര്യസാധ്യം പ്രമാണിച്ചു ജനിക്കും പ്രഭുജെന്നു പോൽ. ശ്രീശുകൻ പറഞ്ഞു ദേവന്മാരോടേവമോദി പ്രജാപതികൾ തൻപതി പാരിന്നാശ്വാസവാക്കേകി സ്വധാമം പൂകിനാനുടൻ. മധുരാപുരിയോടൊപ്പം ഭരിച്ചൻ ശൂരസേനൻ യദുപതി പുരാ മധുര വാഴവേ. അന്നു തൊട്ട രാജധാനി സർവയാദവ കേന്ദ്രമായി അവിടെ സന്നിഹിതനായി ഭഗവാൻ ഹരി നിത്യവും. ഒരിക്കൽ അവിടെ ശൗരി വാസുദേവൻ വിവാഹിതൻ നവോട ദേവകിയുമായി തേരിലേറി പുറപ്പെടാൻ. ഉഗ്രസേനൻ സുതൻ കംസൻ പെങ്ങൾ തൻ പ്രീതി നേടുവാൻ പിടിച്ചു 100 പൊൽത്തേരിൽ. നടുവിൽ ഹയരശ്മികൾ 400 ആനകൾ, അശ്വങ്ങൾ 10,000 രഥം 3,600 കനകത്തിൽ കുളിച്ചവ. സുകുമാരികൾ 400 അലങ്കൃതികൾ ദാസികൾ. പോകും മകൾ കേകി സർവം ദേവകൻ ദുഹിതപ്രിയൻ. ഒപ്പം മുഴങ്ങി ശംഖം ദുന്ദിപു തുര്യം മൃദംഗവും. നേർന്നു വധൂവരന്മാർ തൻ പ്രയാണത്തിനു മംഗളം. അങ്ങനെ ആ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാന്റെ വാക്കുകൾ പറയാണ്. അവർ ബ്രഹ്മാവ് പറയണു, നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം. ഭഗവാന്റെ വാക്ക്, നിങ്ങളൊക്കെ അംശം കൊണ്ട് യദുവംശത്തിൽ വന്ന് പിറക്കണം. ഭഗവാൻ യദുവംശത്തിൽ തന്നെ ഭഗവാനും വന്ന് ആ ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് പിറക്കും. ആ ലോകത്തിലെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ വസുദേവൻ്റെ കലയായിട്ട്, അതായത് വസുദേവൻ്റെ തന്നെ മകനായിട്ട് 1000 പണമുള്ള അനന്തൻ ആദ്യം തന്നെ സഹോദരനായിട്ട് പിറക്കും. ആ സഹോദരൻ വിഷ്ണുമായ ഭഗവതി ആ സഹോദരനോട് കൂടിയിട്ട് വിഷ്ണുമായയും ഭൂമിയിൽ അവതരിക്കും യശോദാഗർഭത്തിൽ. അങ്ങനെ എല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം ഭഗവാൻ ശ്രീമൻ നാരായണൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് സുധാമത്തിലേക്ക് പോയി. ആ മധുരാപുരിയിലെ ശൂരസേന മഹാരാജാവ് ഭരിക്കണു. അവിടെ ആ സമയത്ത് ആ രാജധാനി അവിടെ യാദവന്മാരുടെ ഭരണം കൊണ്ട് ആ സമയത്ത് അവിടെ സാക്ഷാൽ ശ്രീഹരിയുടെ നിത്യസാന്നിധ്യം ഉണ്ടായി. ഒരിക്കൽ ആ വാസുദേവൻ വിവാഹിതനാവുകയാണ്. ദേവകി ദേവിയെ വിവാഹം കഴിച്ച് പോണു. അപ്പോൾ ദേവകി ദേവി ആരാ? കംസൻ്റെ സഹോദരിയായിട്ട് വരും. ഉഗ്രസേനൻ്റെ പുത്രനായിട്ടുള്ള കംസൻ ആ പെങ്ങൾക്ക് വേണ്ടിയിട്ട് സന്തോഷമാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 400 ആനകൾ, 10,000 കുതിരകൾ, 18 പിന്നെ 18 × 100 കണക്കാക്കണം. കണക്കൊക്കെ ഇതിൽ നോക്കണം. 3 100. അപ്പോൾ 600 എങ്ങനെയാണ് കണക്ക്? 3 18 100 അല്ലേ കണക്കാക്കണ്ടേ? എങ്ങനെയാന്ന് തോന്നുന്നു. അതിലൊക്കെ അങ്ങനെ രഥങ്ങളെ എല്ലാം കൊടുത്തു. ഇതൊക്കെ എങ്ങനെയുള്ളതാണ്? സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. സ്വർണ്ണരഥങ്ങളാണ്. അത്രയും രഥങ്ങളൊക്കെ തീർത്തിട്ട് താൻ തന്നെ അതിലൊരു സ്വർണ്ണരഥത്തിലേറിക്കൊണ്ട്
ആ സ്വർണ്ണരഥത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന് അല്ല ദേവകീദേവിയുടെ രഥം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്തോഷമായിട്ട് പോണു. അപ്പോൾ ആ സമയത്ത് ധാരാളം സുന്ദരിമാരെ 400-ലധികമുള്ള സുന്ദരിമാരെ അണിഞ്ഞൊരുങ്ങിയിട്ട് കൂടെ ദാസികളായിട്ട് പറഞ്ഞേച്ചു. അങ്ങനെ പോണ സമയത്ത് ഒപ്പം മുഴങ്ങി ശംഖം ദുന്ദുബി തുര്യം മൃദംഗവും നേർന്നു വധൂവരന്മാതൻ പ്രയാണത്തിനു മംഗളം. രശ്മിയേന്തും കംസാൻ രശ്മിയേന്തും കംസ ചൊന്നാൻ അശരീരി വഴിക്കുടൻ മൂഢ കൊല്ലും നിന്നെ ഒപ്പമുള്ളോതൻ മകൻ അഷ്ടമൻ. ഇപ്പൊ പറഞ്ഞു, നിന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്ന് ഒരു അശരീരി കേൾക്കാണ്. കേട്ടപ്പോഴേക്കും വാളൂരി ഖലൻ ഭോജ കുലാന്തകൻ കൊല്ലാൻ വെമ്പി സോദരിയെ തൻ മുടിയിൽ പിടികൂടിനാർ. നീചകർമ്മത്തിനൊരുങ്ങും നിർലജ്ജൻ നൃശംസനെ പറഞ്ഞു സാന്ത്വനിപ്പിച്ചു വസുദേവൻ മഹാശയൻ. വസുദേവൻ പറഞ്ഞു, ശൂരരിൽ ശ്ലാഘ്യനും ഭോജ യശസ്കരനും ഭവാൻ വധിക്കയോ വിവാഹോത്സവത്തിൽ തന്നനുജത്തിയെ. അപ്പോൾ എന്താ കേട്ട വഴി അതുവരെ ഉണ്ടായ സ്നേഹമൊക്കെ അല്ലേ, നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളാണ് അവിടെ പ്രകടമാവുന്നത്. നമ്മളിതാ ഓരോരുത്തരെയൊക്കെ നമ്മൾ സ്നേഹിക്കണ കണ്ടാൽ ഇതുപോലെ ഇനി ആരെങ്കിലും സ്നേഹിക്കുമോ എന്ന് തോന്നും. അത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് നടക്കുക. പക്ഷെ തൻ്റെ ആ നിലനിൽപ്പിനെ അവർ ഹേതു ആവും എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് സത്യമാണോ നേരാണോ എന്ന് കൂടി അന്വേഷിക്കുക, നുണയാണോ എന്നൊന്നും അന്വേഷിക്കില്ല. അതിനു മുമ്പ് തന്നെ ആ പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അപ്പം എവിടെയുണ്ട് സ്നേഹം? പരമമായ സ്നേഹം എവിടെയുണ്ട്? തനിക്ക് ആപത്ത് വന്നാലും വേണ്ടില്ല അവരെ രക്ഷിക്കണം എന്നുള്ളൊരു മനോഭാവമല്ല ഉള്ളത്. തനിക്ക് ഈ കാട്ടിക്കൂട്ടലൊക്കെ വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അവിടെ ഒരു ആത്മാർത്ഥതയോ സ്നേഹമൊന്നുമില്ല. അങ്ങനെ കംസഭാവമുള്ളവരുടെ മനസ്സൊക്കെ ഇങ്ങനെയാണ്. ആ ദുഷ്ടബുദ്ധികളുടെ മനസ്സ് ഇങ്ങനെയാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ കംസഭാവം വരാറുണ്ടോ എന്നൊക്കെയാണ് ഭാഗവതം നമ്മളോട് ചോദിക്കണേ. അപ്പോൾ അങ്ങനെ ആ പോരുന്ന സമയത്ത് ഇങ്ങനെ പറയണു, കംസനെ ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുന്നു കേട്ടപ്പോഴേക്കും മുടിയങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് പിന്നെ അപ്പുറത്തേക്കും ചിന്തിക്കാനില്ലേ, വധിക്കാൻ പോണു. വസുദേവൻ കുറേ പറയണു, എന്തിനാണ് അങ്ങനെ വിവാഹത്തിൽ പോണ അന്യത്തെ കൊല്ലാമോ എന്നൊക്കെ ചോദിച്ച് സാന്ത്വനിപ്പിക്കാൻ നോക്കുകയാണ്. ജാതന്റെ ദേഹത്തിനൊപ്പം ജനിച്ചു വീര്യമൃത്യുവും ഇന്നോ 100 ബിംബോ മരിക്കും പ്രാണി നിർണയം. ദേഹം നശിക്കാറാവുമ്പോൾ പൂർവകർമ്മങ്ങൾ കാരണം ജീവൻ ദേഹാന്തരം പൂകി ത്യജിപ്പൂജീർണമാമുടൽ. ഒരു കാലൂന്നി മറ്റേക്കാൽ വെച്ചു നീങ്ങുന്ന മാതിരി പുൽകളിൽ പുഴുപോൽ കർമ്മവാനുസൃതം ജീവയാത്രയും. അപ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ, ആ മനസ്സ് ശരിയാവാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ. ആ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കണം അല്ലേ. ജനിച്ചാൽ പിന്നെ മരിക്കാണ്ട് വയ്യ. അപ്പോൾ ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് ഈശ്വരഹിതമാണ്. അത് ഓരോ ജീവനും പറഞ്ഞു വെച്ചേക്കേണ്ടതാണ്. ഇത്ര കാലം വരെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചിലവർക്ക് പെട്ടെന്നാവും, ചിലവർക്ക് എന്ത് ചെയ്യണം 100 വയസ്സ് വരെ ഉണ്ടാവും. എന്തായാലും അതിനിടയിൽ ഒരു മനുഷ്യായുസിനിടയിൽ എപ്പോഴെങ്കിലും മരണം സംഭവിക്കാണ്ടിരിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ദേഹം നശിക്കുന്ന സമയത്ത് ആ പൂർവ്വത്തിൽ ചെയ്ത കർമ്മങ്ങൾ കാരണം കൊണ്ട് ആ ജീവൻ എന്ത് ചെയ്യും, വേറൊരു ദേഹത്തിൽ ചെന്ന്, ഈ ദേഹം ഉപേക്ഷിച്ചാൽ വേറൊരു ദേഹത്തിൽ ചെന്ന് പറ്റുകയാണ്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഒരു കാല് ഉറപ്പിച്ചിട്ടല്ലേ മറ്റേ കാല് എടുത്തു വയ്ക്കുള്ളൂ. അതുപോലെ പുല്ലിലൊക്കെ നടക്കണ തരം പുല്ലട്ടകൾ കാണാം, അത് അതിൻ്റെ ഒരു തല അവിടെ ഉറപ്പിച്ചതിന് ശേഷം എവിടുന്ന് എടുക്കുള്ളൂ. അതുപോലെയാണ് ജീവനും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തന്നിന്ദ്രിയാജ്ഞാനജമാം കിനാവിലദ്ദേ ഇദ്ദേഹത്തെ ഞാനെന്നു മതിച്ചിടുമ്പടി സ്വപൂർവകർമാർജിത കോശമാണു താനെന്നോർത്തു ജീവൻ വെടിയുന്നു.
സ്വപൂർവകർമാജിത കോശമാണു താൻ എന്നോർത്തു ജീവൻ വെടിയുന്നു മുഞ്ചടം. ഏതേതുമായാകൃതവശ്യ വസ്തുവിൽ കേന്ദ്രീകരിപ്പൂ കരളീശ്വരേച്ഛയാൽ. അതാതിലെ ഗുണങ്ങളൊത്തെഴും കോശത്തൊടൊന്നിച്ചു പുനർജനിപ്പു നാം. ജലാദിയിൽ ബിംബിത സൂര്യചന്ദ്രരും കാറ്റേറ്റു വേഗത്തിലുലഞ്ഞിടുമ്പടി പുമാൻ സ്വമായാകൃതമം ഗുണങ്ങളാൽ ഭവിപ്പുരാഗാനുഗനായി മുഗ്ധനായി. അപ്പോൾ ഓരോ ജീവൻ എങ്ങനെയാണ് എന്ന് പറയാം. തന്നിന്ദ്രിയജ്ഞാനജമം കിനാവിലെദ്ദേഹത്തെ താനെന്നു മതിച്ചിടുംപടി സ്വപൂർവകർമാജിത കോശമാണു താൻ എന്നോർത്തു ജീവൻ വെടിയുന്നു മുഞ്ചടം. ഏതേതുമായാകൃതവശ്യ വസ്തുവിൽ കേന്ദ്രീകരിപ്പൂ കരളീശ്വരേച്ഛയാൽ. അതാതിലെ ഗുണങ്ങളൊത്തെഴും കോശത്തോടൊന്നിച്ചു പുനർജനിപ്പു നാം. ജലാദിയിൽ ബിംബിത സൂര്യചന്ദ്രനും കാറ്റേറ്റു വേഗത്തിലുലഞ്ഞിടുമ്പടി പുമാൻ സ്വമായാകൃതമാം ഗുണങ്ങളാൽ ഭവിപ്പു രാഗാനുഗനായി മുഗ്ധനായി. പറയണു നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ മതിച്ചുകൊണ്ട് നമ്മൾ പറയണു ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ ജീവൻ ഉണ്ടാവുന്നത്. ആ ജീവൻ ആ കർമ്മത്തിനനുസരിച്ചിട്ട് ശരീരം വെടിയും. അത് കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവണേ? ആ ശരീരത്തിനെ പിന്നീട് ആ ശരീരം വീണ്ടും ആ ശരീരത്തിനെ കർമ്മം ചെയ്തതിനനുസരിച്ചിട്ട് വീണ്ടും ആ ശരീരം മറ്റൊരു ശരീരത്തിനെ സ്വീകരിക്കുകയാണ് ചെയ്യണത്. അതിന് അങ്ങനെ ആ ജലത്തിൽ ആ സൂര്യചന്ദ്രന്മാരുടെ നിഴൽ കാണാൻ പറ്റും ജലത്തിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിന് ഒരു ചലനമില്ല, അതവിടെ അനങ്ങാണ്ട് നിൽക്കുകയാണ്. എന്നാൽ ആ വെള്ളത്തിനൊരു ചലനം ഉണ്ടായാൽ എന്താ തോന്നുക? ആ സൂര്യചന്ദ്രന്മാർ ചലിക്കണമെന്ന് തോന്നും. അതുപോലെയാണ് നമ്മൾ ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കണത് കൊണ്ടാണ്. ശരീരമല്ല ശരിക്കും. എങ്കിൽ ക്ഷേമാർത്തി ചെയ്യല്ല ദ്രോഹമന്യർക്കൊരിക്കലും ദ്രോഹിയായ ശരീരാഭിമാനിക്കാണന്യരെ ഭയം. ദുഃഖാൽ മരപ്പാവയിൽ പോൽ ഈ പെൺകൊടി തവാനുജ മംഗല്യവതിയെ കൊല്ലാതിരിക്കൂ ദീനവത്സല. അപ്പം അതുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം അനുസരിച്ചിട്ടാണ് ഓരോന്നും വരുന്നത്. അതുപോലെ ഒന്നിന് കാരണം ഒരാളാണ് വേറൊരാളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനവൻ ചെയ്യണതാണ്. അതുകൊണ്ട് ഈ സഹോദരിയെ വധിക്കരുത്, ഈ സഹോദരി ഇതാ ഭയപ്പെട്ട് നിൽക്കണു, അവളെ വധിക്കല്ലേ എന്ന് പറയണു. അപ്പോൾ ശ്രീശുകൻ പറഞ്ഞു, സാമഭേദങ്ങളാലേവം ഉത്ബോധിപ്പിച്ച ശേഷവും നരഭോജിപ്രിയൻ ക്രൂരൻ വിരമിച്ചില്ല ഗൗരവ. വസുദേവൻ ഭാഗ്യശാലി കംസൻ ശാഠ്യം പിടിക്കവേ ചിന്തിച്ചുറച്ചു തൽക്കാലം മൃത്യുവെ തള്ളി മാറ്റുവാൻ. ആ ഒരു പതിയുടെ ധർമ്മമാണ് പത്നിയെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പത്നിയെ തൻ്റെ കഴിവിനനുസരിച്ച് സംരക്ഷിക്കുക എന്നുള്ള ധർമ്മത്തെ നടത്തേണ്ടത്, പതിയുടെ ധർമ്മത്തിനെ ഒരു ചുതിയില്ലാണ്ട് നടത്തുകയാണ് ഇവിടെ വസുദേവർ ചെയ്യണത്. അപ്പോൾ വസുദേവർ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് തടിയാണ് വേണ്ടതെന്ന് ഉറച്ചിട്ട് അതിന് ആ മൃത്യുവിനെ, ഭാര്യയെ മൃത്യുവിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് എന്താ വേണ്ടതെന്ന് ചിന്തിച്ചിട്ട് ഉപായത്തോടു കൂടി സംസാരിക്കുകയാണ്. പറ്റുമെങ്കിൽ തടയണം മൃത്യുവേ ബുദ്ധിശക്തിയാൽ, എന്നിട്ടും മൃത്യുവുണ്ടായാൽ ദേഹിക്കില്ലൊരു കുറ്റവും.
പരമാവധി നമ്മൾ ശ്രമിക്കുക. എന്നിട്ടും പിന്നെ അത് സംഭവിച്ചു വെച്ചാൽ അതിൻ്റെ കർമ്മഫലം അങ്ങനെയാണ്. അത് അല്ല, നമ്മൾ ശ്രമിക്കാതെ ഇരുന്നു, കർമ്മഫലം അങ്ങനെ ആയിട്ട് പോലും ആണെങ്കിലും നമ്മളതിനെ പറ്റിയിട്ട് ആ ജീവനെ സംരക്ഷിക്കാൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മച്യുതിയായിട്ട് മാറും. എനിക്ക് പുത്രരുണ്ടായാൽ മൃത്യു പിന്മാറിടായെങ്കിലും വരുന്നതു വരും മേള. ഇപ്പോൾ ഈ ദുഃഖതപ്തയെ ഉണ്ടായി കൂടെ മറിച്ചും അലംഘ്യം ദൈവനിശ്ചയം തടുക്കണം വന്നവിന വരാം വീണ്ടും. അതെങ്കിലും അദൃഷ്ടമല്ലാതെ മരത്തോട് അഗ്നിക്കെന്തുള്ളൂ സംയോഗവിയോഗഹേതു അചിന്യമപ്പോലിക ജീവികൾക്കു ശരീര സംയോഗവിയോഗഹേതു ബുദ്ധിക്കനുസരിച്ചേവം ചെയ്താൻ ചൗരി വിമോചനം. പിന്നെ പാപിയെ വന്ദിച്ചാൻ ബഹുമാന പുരസ്സരം പ്രസന്നവദനാംബോജൻ നിർലജ്ജനെന്ന ശംസനെ ധരിപ്പിച്ചാൻ ചിരിച്ചും കൊണ്ടുള്ളിൽ കഥനവായ്പോടെ വസുദേവൻ പറഞ്ഞു, ആകാശവാണിയെ ചൊല്ലി പേടിച്ചിടേണ്ടതില്ല നീ. ഇവൾക്കുണ്ടാം സുതന്മാരെ സമർപ്പിക്കാം നിനക്കു ഞാൻ. ശ്രീശുകൻ പറഞ്ഞു, വാഗാസജ്ഞാനിയം കംസനുപേക്ഷിച്ചു സുസുർവധം. വസുദേവൻ നന്ദിപൂർവം പ്രവേശിച്ചു സുമന്ദിരം. യഥാകാലങ്ങളിൽ സർവദേവതാമയി ദേവകി ആണ്ടോടാണ്ടെട്ടു സുതരെ പെറ്റു ബിംബൊരു പുത്രിയെ. അപ്പം പറയണു, എന്തു പറഞ്ഞിട്ടും തടയണം, എന്നിട്ടും പിന്നെയും വരികയാണെന്ന് വെച്ചാൽ അത് വിധിയാണ് എന്ന് കണക്കാക്കിയിട്ട് ഇരിക്കാം എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം തന്നെ അത് ചിന്തിച്ചത് കൊണ്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു അശരീരി വാക്ക് കേട്ടു എന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 8ാമത്തെ പുത്രൻ കൊല്ലുന്നല്ലേ പറഞ്ഞ, ഇവൾക്ക് ഉണ്ടാവണ എല്ലാ പുത്രനെയും ഞാൻ നിനക്ക് തരാം, വധിച്ചോളൂ, പക്ഷേ അവളെ വധിക്കരുത് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ആ കംസൻ ആ സഹോദരിയെ വധിക്കാണ്ട് വധിച്ചില്ല, പിന്മാറി. തിരിച്ച് അവരുടെ ആ വസുദേവ മന്ദിരത്തിൽ പ്രവേശിച്ചു. എല്ലാ വർഷത്തിലും ആണ്ടോടാണ്ട് പ്രസവിച്ചു എന്നാണ് പറയുന്നത്. 8 വർഷം 8 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്ന് പറയുന്നു. ആദ്യപുത്രൻ കീർത്തിമാനെ അസത്യഭയവിഹ്വലൻ. ആദ്യപുത്രൻ കീർത്തിമാനെ അസത്യഭയവിഹ്വലൻ ക്ലേശപൂർവം സമർപ്പിച്ചു കംസന്നാനകദുന്ദുഭി. സത്യവാന്മാർക്കെന്താ സഹ്യം, ഭക്തന്മാർക്ക് എന്താ അസ്വതന്ത്രത, ദുഷ്ടന്മാരെന്തു ചെയ്യാത്തു, ധീരർക്കെന്തുള്ളു ദുസ്ത്യജം. കംസൻ സത്യനിഷ്ഠന്റെ സമബുദ്ധിയിൽ ഹൃഷ്ടനായി ചിരിച്ചുകൊണ്ടേവമോദി ശൗരിയോടവനീപതേ. കൊണ്ടുപോയിക്കൊള്ളുകയും നീ ഇവനിൽ ഭയമില്ലമേ. 8ാമനന്തകനെന്നാണല്ലോ വിധി നിശ്ചയം. അപ്പോൾ ഓരോ കുട്ടികളെയും കൊണ്ടുകൊടുത്തു. ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ വേഗം നാമകരണമൊക്കെ ചെയ്തു. കീർത്തിമാൻ എന്ന് പേരൊക്കെ ഇട്ട് കൊതിയോട് കൂടിയിട്ട് ആ അമ്മയുടെ മാറത്ത് നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊണ്ടു കൊടുക്കുമ്പോൾ പറയും, സന്തോഷത്തോട് കൂടിയിട്ട് ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും പുഞ്ചിരിയോട് കൂടിയിട്ട് കൊടുക്കണു. അപ്പോൾ കൊടുക്കണ സമയത്ത് പറയും, ഇതിനെ കൊണ്ടൊക്കോളൂ, ഇതൊന്നുമല്ല എന്നെ വധിക്കുക, കൊണ്ടൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശരിയെന്നുണ്ണിയെ കൊണ്ടുപോയാൻ ആനകതുന്തുബി പറഞ്ഞില്ല. നന്ദി യജിച്ചാത്മാവാം ദുഷ്ടനോടവൻ ഭഗവൻ നാരദൻ വന്നു പറഞ്ഞു കംസനോടുടൻ. അമ്പാടിയിലെ നന്ദാദിഗോപന്മാർ ഗോപനാരികൾ വസുദേവർ ദേവകിയും വിഷ്ണുയാദവര മുഖ്യരും ഇരുവംശത്തിലും പെട്ട കംസബന്ധുക്കളേവരും പ്രായേണ ദേവന്മാരത്രേ. സുഹൃജന സമൂഹവും കൊല്ലും പോലവർ ഭൂമിക്കു ഭാരമായി തീർന്ന ദൈത്യരെ. യദുക്കൾ ദേവന്മാരെന്നും ദേവകീ ഗർഭജൻ ഹരി വധിക്കും തന്നെയെന്നും കംസനോർത്തു മുനി പോകവേ ഗൃഹത്തിൽ ചങ്ങലക്കിട്ടു ദേവകീ വസുദേവരെ. അപ്പോൾ കൊന്നു തൽപുത്രന്മാരെ വിഷ്ണുത്വശങ്കയാൽ
സുഹൃത് സഹാക്കളെ, ഭ്രാതാക്കളെ, അച്ഛനെ അമ്മയെ, പ്രാണദാഹികൾ ഭൂപന്മാർ ലോഭാൽ കൊല്ലുന്നു ഭൂമിയിൽ. പണ്ടു വിഷ്ണുഹതൻ കാലനേമിയെ മഹാസുരൻ താനെന്ന് അറിഞ്ഞ കംസന്നു വെറുപ്പായി യദുക്കളെ. യദുഭോജാന്തകനൃപൻ പിതാവ് ഉഗ്രസേനനെ കെട്ടിയിട്ടു ഭരിച്ചാന അസുരസേനം മഹാബലൻ. അങ്ങനെ കുട്ടികളെയൊക്കെ മടക്കി പറഞ്ഞയച്ചു കൊടുത്തപ്പോൾ നാരദർ വന്നു. നാരദർ വന്നിട്ട് സത്യം ബോധിപ്പിച്ചു കൊടുത്തു. നാരദർ സത്യം ബോധിപ്പിക്കുക ചെയ്തേ. അശരീരിയൊന്നും കേട്ടത് അസത്യമാവാൻ വഴിയില്ല, വിഷ്ണു തന്നെയാണ്, ഇതൊക്കെ ഭൂമിയിൽ ഇങ്ങനെയാണ് എന്നുള്ള സത്യമായ കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തപ്പോൾ വീണ്ടും ആ കുട്ടികളെയൊക്കെ വധിക്കാനായിട്ട് പോവുകയാണ്. ആ കുട്ടികളെയൊക്കെ എല്ലാ കുട്ടികളെയും ഉണ്ടാവുന്ന കുട്ടികളെ വധിക്കുന്നു. അങ്ങനെ വധിച്ചുകൊണ്ട് അച്ഛനമ്മമാരെ ചങ്ങലക്കൊക്കെ ഇട്ടിട്ടിരിക്കണു. അതുമാത്രമല്ല, പണ്ട് താൻ കാലനേമി എന്നുള്ള മഹാസുരനായിരുന്നു എന്നും വിഷ്ണുവാൽ വധിക്കപ്പെട്ടവനാണെന്നും വിഷ്ണു തൻ്റെ ശത്രുവാണെന്നൊക്കെ ഉള്ളത് ആ നാരദനിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ആ വംശത്തിനെ മുഴുവനും ദേശീയ വെറുപ്പായി യാദവരെ മുഴുവനും. എന്നിട്ട് യദുഭോജകനായിട്ടുള്ള ആ കംസൻ എന്തു ചെയ്തു? സ്വന്തം പിതാവായിട്ടുള്ള ഉഗ്രസേനനെ കെട്ടിയിട്ടിട്ട് ആ രാജ്യം കംസൻ ഭരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ഈ ഭാഗത്തോടു കൂടിയിട്ട് ആ ദശമസ്കന്ധം, ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം 1-ാം അധ്യായം സമാപ്തം. ഇനി ദശമസ്കന്ധം പൂർവാർത്ഥം 2-ാം അധ്യായം. ശ്രീശുകൻ പറഞ്ഞു, ദിവിതൻ മുഷ്ടികൻ അഖൻ ധേനുകൻ കേശിപൂതനാപകൻ പ്രലംബൻ ജാണൂരൻ തൃണാവർത്തൻ അരിഷ്ടനും ബാണാഭൗമാദിയാമന്യാസുരരും ചേർന്ന ശക്തിയാൽ ജരാസന്താശ്രയൻ വെട്ടിക്കരയിച്ചു യദുക്കളെ. പഞ്ചാരം കേകയം ശാല്യം വിദർഭം നിഷതം കുരു വിദേഹം കോസലം തൊട്ടേടത്ത് എല്ലാം എത്തി പീഡിതർ ഗതിമുട്ടിയ ബന്ധുക്കൾ ചിലർ സേവിച്ചു കംസനെ ദേവകീ സുതനാറാളെ ഔഗ്രസേനി വധിക്കയാൽ. അങ്ങനെ ആ യദുക്കൾ തൻ്റെ ശത്രുക്കളാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും ആ യദുക്കളെ മുഴുവനും വധിച്ച് ഉപദ്രവിച്ചുകൊണ്ട് എവിടെയും ഈശ്വരനാമം ജപിക്കാൻ പാടില്ല, അങ്ങനെ പൂജ പാടില്ല, കർമ്മങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലവരെന്ത് ചെയ്തു? ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ കംസൻ്റെ കൂടെ നിന്നു. എന്തിനാ? അവരെ ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ ഭയമുള്ളത് കൊണ്ട് അവരെ കൂടെ നിന്നു. ഏഴാമത് ഹരിയുടെ തേജസ്സായുള്ള നന്ദനും ദേവകീ ഗർഭത്തിലെത്തി. ഹർഷശോക വിവർദ്ധനൻ വിശ്വാത്മാവായ ഭഗവാൻ തന്നാശിതർ യദുക്കളിൽ നീറും കംസഭയം കണ്ടു യോഗമായയൊടോദിനൻ. പോകൂ ശുഭേ ദേവി ഗോപർ ഗോക്കളും പുലരും വ്രജം ശൗരിതൻ ഭാര്യ വാഴുന്നു നന്ദഗേഹത്തിൽ രോഹിണി. കംസനെ പേടിച്ചൊളിച്ച ഒളിവിൽ കഴിവു മറ്റു നാരിമാർ ദേവകീ ഗർഭത്തിലുള്ള മൽധാമം ശേഷനാമകം എടുത്തു രോഹിണി ഗർഭത്തിലേക്കുടനെ മാറ്റുക. ദേവകീ ഗർഭത്തിൽ ഞാനും വരും പൂർണ്ണാവതാരമായി. ശുഭേ നീയും പിറക്കേണ്ടു നന്ദപത്നി യശോദയിൽ. അങ്ങനെ ആ അധർമ്മങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ദേവകി 7ാമതും ഗർഭം ധരിച്ചു. അപ്പോൾ ഭഗവാൻ സാക്ഷാൽ ശ്രീ രാധാറാണി തന്നെയാണ് പരമപ്രേമം. ആ രാധാറാണി ആദ്യമേ തന്നെ പരമപ്രേമമായിട്ട് വ്രജത്തിൽ വന്ന് അവതരിച്ചിട്ടുണ്ടെന്നൊക്കെ ഗർഗഭാഗവതത്തിലും വ്രജവാസികളൊക്കെ പറയും. അവതാണ് വൃഷഭാനുവിൻ്റെ പുത്രിയായിട്ടുള്ള ശ്രീരാധ പ്രേമസ്വരൂപിയാണ്, പ്രേമം രൂപം ധരിച്ചവളാണ്, പരമപ്രേമസ്വരൂപിയാണ്.
ആ രാധയുടെ തന്നെ അംശമാണ് എല്ലാ ദേവിമാരും എന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് യോഗമായിയായിട്ട് വന്നതും ആ രാധയുടെ അംശം തന്നെയാണ്. കാരണം പ്രേമത്തിൻ്റെ അംശം ഏതു വിധത്തിലുള്ളതും അതെ, സഹോദരഭാവത്തിലും സഹോദരീഭാവത്തിലും പിതൃഭാവത്തിലും പുത്രഭാവത്തിലും ഭർത്തൃഭാവത്തിലും ഭാര്യാഭാവത്തിലൊക്കെയുള്ള സ്നേഹം ഈ പരമമായ സ്നേഹത്തിൻ്റെ അംശങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതേ യോഗമായയും രാധയും എല്ലാം ഒരേ അംശം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു യോഗമായയായിട്ട് വ്രജത്തിലേക്ക് പോകൂ. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ചെന്നിട്ട് ഇതാ രോഹിണിയുടെ ഗർഭത്തിലേക്ക് അവിടെ രോഹിണിയുണ്ട്. കംസനെ പേടിച്ചിട്ട് അവിടെ ചെന്ന് താമസിക്കുകയാണ്. ആ രോഹിണിയുടെ ഗർഭത്തിലേക്ക് ഈ ഗർഭത്തിനെ ആ രോഹിണിയിലേക്ക് മാറ്റണം. ആ മാറ്റിക്കഴിഞ്ഞിട്ട് ഞാനും പിന്നീട് ആ ദേവകിയിൽ പൂർണ്ണ അവതാരമായിട്ട് ഞാനും വരും. അതിനിടയിൽ ആ യശോദയിൽ യശോദാപുത്രിയായിട്ട് അവിടെ അവതരിക്കണം എന്നെല്ലാം പറയാണ്. തങ്ങൾ കാക്ഷിക്കും വരങ്ങൾ അരുളുന്നവളാകയാൽ ധൂപോപഹാര ബലി കൊണ്ട് അർച്ചിക്കും നിന്നെയാളുകൾ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് പൂജിക്കുമ്പോൾ അതാത് ആവശ്യങ്ങൾക്ക് ആ ദുർഘടങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് ദുർഗയായിട്ട്, അതുപോലെ ശത്രുക്കളെയൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കാളിയായിട്ട്, വൈഷ്ണവിയായിട്ടൊക്കെ ഇങ്ങനെ പല വിധത്തിലും നിന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പൂജിക്കും. അതിനൊക്കെ ചെന്ന് നീ അവരെ അനുഗ്രഹിക്കുമ്പോൾ നിനക്ക് ഓരോരോ പേരുകൾ വന്നു ചേരും. ആ പേരുകളിൽ ഭൂമിയിൽ പല സ്ഥലത്തും നിനക്ക് വേണ്ടി ക്ഷേത്രങ്ങളൊക്കെ പണിത് നിന്നെ എല്ലാവരാലും ആരാധിക്കപ്പെടും. വ്രജത്തിലേക്ക് പോകൂ എന്ന് പറയണം. എങ്ങനെയാണ്? ദുർഗാ കാളി വിജയമാർവ വൈഷ്ണവീ കുമുദാഖ്യകൾ ചണ്ഡികാ മാധവി കൃഷ്ണ കന്യകാ നാമയുക്തകൾ മായാ നാരായണീശാനി ശാരദാംബികമാരുമായി നിനക്കുജ വാരിൽ കൽപ്പിക്കും പേരു ഊരും ജനാവലി സംഘർഷനാഖ്യനായിത്തീരും ഗർഭസങ്കൃഷ്ടനാമ്പുമാൻ രാമനാമ ലോകരമ്യൻ ബലാധിക്യൽബലാഖ്യനും. ശ്രീശുകൻ പറഞ്ഞ പോലെയെന്നോദീ വലം വച്ചു നമിച്ചവൾ ഭഗവാനെ പിരിഞ്ഞെത്തി ചെയ്യേണ്ടതൂഴിയിൽ ശിശുരോഹിണി തൻ കുക്ഷിയെ അണഞ്ഞു യോഗനിദ്രയാൽ അലസീ ദേവകീ ഗർഭം എന്നായി പൗരദുഃഖികൾ. വിശ്വാത്മാവാകിലും ഭക്തർക്കഭയപ്രദൻ ഈശ്വരൻ പ്രവേശിച്ചാൽ ശൗരിയുടെ മനസ്സിൽ പരിപൂർണനായി. ആദ്യം തന്നെ ആ ഉള്ളിലെ ആ പരിപൂർണതമനായിട്ടുള്ള ഭഗവാൻ പ്രകാശിച്ചു. എവിടെ? ആ വസുദേവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു. എന്തുകൊണ്ടാണ് വസുദേവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചതെന്നുണ്ടെങ്കിൽ ആ വസുദേവരുടെ കർമ്മപ്രാരാബ്ധങ്ങളും എല്ലാം തൻ്റെ ഓരോന്നും നമുക്ക് വന്നു ചേരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മളുടെ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് നമ്മളുടെ ഹൃദയം പരിശുദ്ധമാക്കി തീർക്കും. മനോമാലിന്യങ്ങളില്ലാണ്ടാവും. അങ്ങനെ ആ ദുഃഖങ്ങളിലൂടെ ഒഴുകി ആ മനോമാലിന്യങ്ങളൊക്കെ തീർന്ന് ആ ഹൃദയം പരിശുദ്ധമായപ്പോൾ ആ ഹൃദയത്തിൽ ആര് പ്രകാശിച്ചു? സാക്ഷാൽ ഭഗവാൻ പരിപൂർണതമനായിട്ട് പ്രകാശിച്ചു. പുരുഷോത്തമ തേജസ്സാലവൻ സൂര്യപ്രഭാവനായി അദൃശ്യനരികെ ചെല്ലാൻ ശങ്കിച്ചു സർവജീവിയും. അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ട്, അത്യത്ഭുതമായിട്ടുള്ള ഒരു പ്രകാശത്തോടു കൂടി, ദിവ്യപ്രകാശത്തോടു കൂടിയിട്ട്, ഒരു ചൈതന്യത്തോടു കൂടിയിട്ട് അങ്ങനെ വസുദേവർ അങ്ങനെ ഇരിക്കുകയാണ്. ആ വസുദേവരുടെ ചൈതന്യം അടുത്തേക്ക് പോലും അടുപ്പിക്കാൻ പറ്റില്ല. ആ വസുദേവരുടെ ചൈതന്യം കൊണ്ട്. അനന്തരം ശൗരിയിൽ നിന്നു ദേവി പൂണ്ടു അനന്തരം ശൗരിയിൽ നിന്നു ദേവി പൂണ്ടു ജഗന്മംഗളമച്യുതാംശം സർവാത്മകാനന്ദമയാത്ഭുതം. കണ്ടോ? സർവാത്ഭുതാനന്ദമയാത്മ
അത്ഭുതം പൂന്തിങ്കളെ പ്രാചി കണക്കു ഹൃത്താൽ. പടക്കം പൊട്ടിയിട്ടാണ് ഇവിടെ ആഘോഷിക്കണേ. അനന്തരം ശൗരിയിൽ നിന്നു ദേവി പൂണ്ടു ജഗന്മംഗളമച്യുതാംശം. ആ അതിസന്തോഷവാനായിട്ടിരിക്കുന്ന ആ ഭർത്താവിനെ നോക്കിയിട്ട് ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെയാണ് അങ്ങനെ ഇരിക്കാൻ സാധിക്കണത്? എനിക്ക് സാധിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. അതാ എൻ്റെ ഉള്ളിൽ അറിയാൻ പറ്റാത്തൊരു നീലവർണ്ണനായിട്ടുള്ളൊരു ഉണ്ണി പ്രകാശിക്കണു. അത്യത്ഭുതമായിട്ടുള്ളൊരു ബാലൻ. തമത്ഭുകം അത്ഭുതം ബാലകം. അംബുജേക്ഷണനായിട്ടുള്ളൊരു ബാലകൻ ദാ മനസ്സിലിതാ അതിമനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും തീർത്തുകൊണ്ട് എൻ്റെ ഉള്ളിലിതാ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ കാണാനുള്ള കൊതിയോട് കൂടിയിട്ട് ദേവകിയും ആ ഭർത്താവിൻ്റെ നേരെ ഒന്ന് നോക്കി. അപ്പോൾ ആ ഭർത്താവ് കാരുണ്യം വഴിയുന്ന കണ്ണുകളോട് കൂടിയിട്ട് ദേവകിയെ നോക്കിയപ്പോൾ ആ കണ്ണുകളിലൂടെ ആ പരമാത്മ ചൈതന്യം ദേവകിയിൽ പ്രവേശിച്ചു. അനന്തരം ശൗരിയിൽ നിന്നു ദേവി പൂണ്ടു ജഗന്മംഗളമച്യുതാംശം. അങ്ങനെ സർവ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കണ ആനന്ദമായിട്ടുള്ള അത്ഭുതനായിട്ടുള്ള ആ ഭഗവാനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ദേവി ഗർഭം ധരിക്കുകയാണ് ചെയ്യേണ്ടത്. ഗർഭപാത്രത്തിൽ ജഠരത്തിലാണോ ഹൃദയത്തിലാണോ ഗർഭം ധരിച്ചത്? ഹൃദയത്തിലാവണം ഗർഭം ധരിച്ചത്. അദ്ദേവകീ ദേവി ജഗന്നിവാസ ഭോജാലയാബദ്ധനീറി കുടത്തിലെത്തി ദീപശിഖയ്ക്കു തുല്യം ശഖാലയത്തിൽ സുരവാണി പോലെ. അറിവുണ്ടായിട്ട് ഇതാ ശഖാലയം ചെന്ന് നമുക്കൊക്കെ അറിവുണ്ട്, നമുക്ക് നല്ല വിവരമുണ്ട്, എന്നാലും നമ്മൾ മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാണ്ട് അറിവൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവുക എന്നല്ലേ, അതാണ് പറയണത്. അവൻ്റെ അങ്ങനെയാണ്, അതാണ് ആ ഒരു ഭാഷാപ്രയോഗം. അത് ഇതിലർത്ഥം എഴുതിയേക്കുന്നതാണ് കേട്ടോ, എനിക്ക് അറിയണതല്ല, ഇതിൽ എഴുതി വെച്ചേക്കുന്നതാണ് ശഖാലയം എന്നുള്ളതിന്. ജ്ഞാനമുണ്ടായിട്ടും അത് അന്യർക്ക് ഉപദേശിച്ചു കൊടുക്കാത്തവൻ്റെ എന്നാണ് ആശയം പറയണത്. അപ്പം അങ്ങനെ ആ കുടത്തിൻ്റെ ഉള്ളിലുള്ള വിളക്കിൻ്റെ പോലെ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിന്നു എന്ന് പറയണു. വയറ്റിലെ ദൈവിക ശക്തിയാൽ ഗൃഹം വിളങ്ങവേ പെങ്ങൾ ചിരിക്കയുഗ്രജൻ നിനച്ചു ഗർഭത്തിൽ മമാന്തകന്ദ്രിടം കണ്ടീലിവൾക്കിദ്യുതി പണ്ടൊരിക്കലും. അപ്പോൾ ആ അത്രയും ഒരു ചൈതന്യം കണ്ടപ്പോൾ കംസന് ഉറപ്പായി, ഇതിന് മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അവൾക്ക് ഇത്രയും ഒരു ചൈതന്യം ഉണ്ടായിട്ടില്ല, ഇത് തന്നെ എൻ്റെ അന്തകൻ എന്ന് വിചാരിച്ചു. അപ്പം എന്താ ചെയ്യേണ്ടതെന്തീ വിഷയത്തിൽ ഞാനുടൻ സ്വദേശജന്മാർ വെടിയില്ല വിക്രമം ഉടപ്പിറപ്പാണിവൾ ഗർഭമുള്ള പെണ്ണ ശ്രീകരം മൃത്യു അകീർത്തി തൻവധം. അപ്പോൾ ഇത് ഗർഭിണിയാണ്, ഉടപ്പറപ്പാണ്, സ്ത്രീയാണ്. അപ്പോൾ അവളെ കൊല്ലാൻ പറ്റില്ല, ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ആലോചിച്ചിട്ട് ആകെ വിഷണ്ണനായിട്ട് തീർന്നു കംസൻ. ലോകത്തിൽ അത്യന്ത നിശംസന ആരുണ്ടിവൻ്റെ ജീവൻ മൃതമെന്ന് സിദ്ധം കിട്ടുന്ന വാഴ്വിൽ ജനശാപമൊന്നാണവന്നു ചത്താൽ നരഗന്ധകാരം ഘോരഭാവത്തിൽ നിന്നേവം സ്വയം മാറിയവൻ പ്രഭു ഹരിതന്നവതാരം കാത്തിരുന്നു വൈരബന്ധനായി. ഇരുപ്പിൽ നിൽപ്പിൽ കിടപ്പിൽ നടപ്പിൽ ഭക്ഷണത്തിലും ചിന്തിക്കാൽ ഋഷികേശമയമായി കണ്ടു ജീവിതം. അങ്ങനെ കൊല്ലാണ്ട് അവിടുന്ന് പോന്നു. ജനിക്കണവരെ കാത്തിരിക്കാം എന്ന് വിചാരിച്ചിട്ട് പോരുകയാണ്. ജനിക്കണവരെ കാത്തിരിക്കാം എന്ന് വിചാരിച്ച് പോരണു. ആ സമയത്ത് ഇരിക്കണ ഇരിപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ അടുത്ത് എന്താ കൃഷ്ണനല്ലേ ഇവിടെ വന്നിരിക്കണേ, ആ ഒരു വിഷ്ണു എന്നുള്ളത് ശ്രീഹരിയാണോ എന്ന് നോക്കും. അപ്പോൾ അവിടെ ആരുമില്ല. നടക്കുമ്പോൾ നിൽക്കുമ്പോൾ തൻ്റെ പിന്നിലാരാ നിൽക്കണേ, ഹരി നോക്കി, അവിടെ ഇല്ല. നടക്കുമ്പോൾ തൻ്റെ ഒപ്പം നടക്കുന്നത് ഹരി അല്ല, ആരുമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഹരി, ചോറുണ്ണുമ്പോൾ അതിൽ നോക്കുമ്പോൾ ഓരോ വറ്റിലും ഹരി. അങ്ങനെ ഹരിമയമായിട്ട് സർവത്തിലും സർവഭൂതത്തിലും ഈശ്വരനെ കാണണം എന്ന് നമ്മളോട് പറയണം. സർവത്തിലും ഈശ്വരനെ കാണണം എന്ന് നമ്മളോട് പറയണം. പക്ഷെ നമുക്ക് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കണില്ല. നമുക്കെങ്ങനെ ഈശ്വരനെ കാണാൻ സാധിക്കണില്ല. പക്ഷേ ഇവിടെ കംസൻ
സർവഭൂതത്തിലും കാണണോർത്ത് നോക്കണോർത്ത് മുഴുവനും ഹരി, കേൾക്കണത് മുഴുവൻ ഹരി. ഹരിയുടെ ശബ്ദമാണ് കേൾക്കണത്, ഹരിയുടെ രൂപമാണ് കാണേണ്ടത്. ചിന്തിക്കണത് മുഴുവൻ ഇനി ചിന്തിക്കില്ല, ഈ കള്ളനെ പറ്റി ഞാൻ ചിന്തിക്കില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ആ ചിന്ത മുഴുവനും ഹരിയെ പറ്റിയിട്ടാണ്. അങ്ങനെ ഹരിയിലായി കംസൻ എന്നാ പറയണേ, ഹരിയില് ബ്രഹ്മാവും ശിവനും നാരദാദി ദേവർഷി മുഖ്യരും മങ്ങുഭാഷതരത്തെത്തി മുഴക്കി ഭഗവത് സ്തുതി. സത്യവ്രതൻ സത്യപരൻ ത്രിസത്യൻ സത്യാഖിലാന്തർഗത സത്യയോനി സത്യത്തിലെ സത്യ ഹൃദൈക സത്യൻ സത്യാത്മനേത്രൻ ശരണം തരേണം. ഏകാശ്രയം ദ്വിതഫലം ത്രിമൂലം ചതുരസം പഞ്ചവിധം ഷഡാത്മം തത്സപ്ത ശാഖാഷ്ടയുധം നഗാക്ഷം ദശക്ഷദീനി ദ്വിഗാദിവൃക്ഷം. നീ ഈ പ്രപഞ്ചത്തെ രചിച്ചിടുന്നു, പാലിച്ചിടുന്നു, നിഹനിച്ചിടുന്നു. നിന്മായയാൽ മുഗ്ധരനേകമായി കാണുന്നു. സൂക്ഷ്മജരിതേകമായും ജ്ഞാനസ്വരൂപൻ ഭഗവാൻ വിരിവരിപ്പു ചരാചരങ്ങൾക്ക് അഭിവൃദ്ധി നൽകാൻ. സ്വത്തോപന്നങ്ങൾ സുഖാവഹങ്ങൾ ഖലർക്ക് അഭദ്രങ്ങൾ അനേക രൂപം. പത്മാക്ഷതത്വാഖിലധാമ നിന്നെ സമാധിയിൽ പുണ്ട മഹാജനങ്ങൾ. നിൻകാലടിത്തോണീലഭവാബ്ദി താണ്ടുന്നു ഗോവത്സപദം കണക്കെ. കടക്കുവാൻ ക്ലേശമെഴും ഭവാബ്ദി നിൻ ശ്രീപാദമാത്രാശ്രിതർ നിന്നനുഗ്രഹാൽ ചാടിക്കടന്നിട്ടഖിലാത്മഹൃദ സൗഹൃദാൽ സൂക്ഷിച്ചു വയ്ക്കുന്നിതു തോണിയക്കരെ. വിമുക്തരാണെന്നു നടിക്കലും ഭവൽപദം സ്മരിക്കാത്ത വിശുദ്ധ ബുദ്ധികൾ നിലംപതിപ്പു കഠിനവ്രതങ്ങളാൽ സമുന്നത സ്ഥാനമണഞ്ഞ ജീവികൾ. അതായത് ഭഗവാനെ എല്ലാവരും കൂടിയിട്ട് വാഴ്ത്തുകയാണ്. ഭഗവാനെ പറയണു, ഭഗവാന്റെ ഓരോ മഹത്വങ്ങളും പറയണു. അപ്പോൾ പറയാണ്, എത്രയും കടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആ ഭവാബ്ദി അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചിട്ട് അങ്ങയുടെ നാമത്തിനെ ഉപയോഗിച്ചു കൊണ്ട് കടന്നിട്ട് അക്കരെ സുഖമായിട്ട് അക്കരയ്ക്ക് കടക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയോ, എനിക്കെല്ലാം അറിയാം, ഞാൻ നല്ല പണ്ഡിതനാണ്, ഞാൻ ഭാഗവതം പഠിച്ചിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനിത് ചെയ്തിട്ടുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയി ആ വഴിപാട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യണത് നല്ല കാര്യങ്ങളാണ് ചെയ്യണേ. അങ്ങനെ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നാലും ചെയ്തുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ചാലും അവിടെ ഭക്തിയില്ല, ഈശ്വരപ്രേമില്ല എന്നുണ്ടെങ്കിൽ, ആ ഭഗവത് സ്മരണ ഇല്ല എന്നുണ്ടെങ്കിൽ അവര് നിലംപതിപ്പു. എത്ര കഠിന വ്രതങ്ങളിൽ എത്ര ഉന്നതമായ സ്ഥാനത്തെത്തിയാലും പ്രേമഭക്തി ഇല്ലെങ്കിൽ അവര് വീണ്ടും അധപ്പതിക്കാനിടയാവും എന്ന് പറയണം. ഒരിക്കലും മാധവ ഭാർഗവിഭ്രമം തീണ്ടില്ല നീരക്ഷയിലുള്ള ഭക്തരെ. വിഘ്നങ്ങളിൽ കാലടിയൂന്നി നിർഭയം നീങ്ങുന്നിതാ നിർമ്മം അവരെ വരും പ്രഭോ. വരുന്നു പാരിൽ പരിശുദ്ധ സത്വനായി ശ്രേയസ്സിനാൽ ദേഹികളെ തുണയ്ക്കുവാൻ. വരുന്നു നീ പാരിൽ വിശുദ്ധ സത്യനായി. ഓരോരോ ഭഗവാന്റെ അവതാരങ്ങൾ എന്തിനാണെന്ന് പറയാണ്. എന്തിനാണ് വരുന്നു നീ പാരിൽ വിശുദ്ധ സത്വനായി? എന്തിനാണ്? ദേഹികളെ തുണയ്ക്കുവാൻ. ഓരോരോ കർമ്മപാരാബ്ധങ്ങളെ കൊണ്ട് ദേഹങ്ങളെ എടുത്ത് ഭൂമിയിൽ വന്നിട്ടുള്ള ഭക്തന്മാരെ തുണയ്ക്കുവാൻ വേണ്ടിയിട്ട്, ആ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ അവിടെ നിന്ന് വരണത്. വേദക്രിയായോഗ തപോനിലീനരായി ജനങ്ങൾ നിൻ പൂജ ശരിക്കു ചെയ്യുവാൻ. ഹേ സത്വ നീയുങ്ങുടൽ പൂണ്ടിടായികൾ അജ്ഞാനം വിടില്ലാളുകൾ ദേഹ ഭേദബുദ്ധിയും ഗുണപ്രകാശം വഴിയൂഹ്യനെങ്കിലും പ്രകാശവൻ താങ്കൾ ഒരുത്തനെങ്കിലും. വാക്കാൽ മനസ്സാലും അമേയനം പ്രഭോ. നാമക്രിയാരൂപഗുണാദി ജന്മിയായി നിരൂപ്യനല്ലാത്തൊരു സാക്ഷിയെങ്കിലും
പ്രത്യക്ഷനാവുന്നിതുപാസകന്നു നീ. ഭഗവാന് രൂപമില്ല, നാമല്ല, ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലും രൂപത്തോടു കൂടിയിട്ട്, ഭാവത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ നമുക്ക് നമ്മുടെ മുമ്പിൽ വരണം. വാക്കാൽ മനസ്സാലുമേയനം പ്രഭോ നാമക്രിയാരൂപഗണാതി ജന്മിയായി നിരൂപ്യനല്ലാത്തൊരു സാക്ഷിയെങ്കിലും പ്രത്യക്ഷനാവുന്നിതു ഉപാസകന്നു നീ. നിന്നാമരൂപങ്ങളെ മംഗളങ്ങളെ കേട്ടും പറഞ്ഞും നിനതം സ്മരിപ്പാൻ ഭവൽപദാംബോരുഹലീനഭേദനൻ ശ്രമിച്ചിടാ സംസ്കൃതിയിൽ തരിമ്പുമേ. നിൻപാദമാമൂഴി ചുമന്ന സങ്കടം തവാവതാരം വഴി നീങ്ങി ഭാഗ്യമേ. വജ്രാങ്കുശാദ്യങ്കിത പാദസംഗമം മണ്ണിനു വിണ്ണിൽ മികവേകി ഭാഗ്യമേ. അജൻഭവാൻ താൻ ജനനത്തിനാസ്പദം ഞങ്ങൾക്കു തോന്നുന്നു വെറും വിനോദമായി. ജന്മാതിജന്മാത്മവികാരമാകെ നിന്ന വിദ്യ സർവാശയനാണ് ആണദീഭവൻ. മീനാശ്വകൂർമ്മ നൃസിംഹവരാഹംസ രാമദ്വിജാത വിബുധാദ്യവതാരമൂർത്തേ. അങ്ങയ്ക്ക് എന്നപടി കാത്തിടുമീ ത്രിലോകം ഭൂഭാരനാശക യദുത്തമ വന്ദനം തേ. ഭാഗ്യാൽ ഭവൽ കുക്ഷിയിൽ വാഴ്വതംബിക പൂർണാവതീർണൻ ഭഗവൻ ജഗൽപ്രിയൻ. വേണ്ടാഭയം കംസനടുത്തു മൃത്യു നിൻ പുത്രൻ യദുക്കൽ കഭയം തരും ദൃഢം. ശ്രീശുകൻ പറഞ്ഞു അദൃശ്യനാം പുരുഷനെയേവം കീർത്തിച്ച ദേവകൾ ബ്രഹ്മേശനാർക്കു പിന്നാലെ പ്രാപിച്ചു തങ്ങൾ തൻപുരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശമസ്കന്ധം പൂർവാദ്യം 2-ാമത്തെ അധ്യായം ഇവിടെ സമാപിച്ചു. മതാ ദേവന്മാരെ അതിമനോഹരമായിട്ട് സ്തുതിച്ചു. ഇനി ഭഗവാന്റെ അവതാര ഭാഗങ്ങളാണ് പാരായണം ചെയ്യണത്. ദശമസ്കന്ധം പൂർവാർദ്ധം 3-ാം അധ്യായമാണ്. അവിടെയാണ് ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ എല്ലാവരുടെയും ഉള്ളില് പ്രകാശം നിറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും എല്ലാ ദുഃഖത്തെയും തീർത്തുകൊണ്ട് ഭഗവാൻ എല്ലാ സർവഗുഹാശയനായിട്ടുള്ള ഭഗവാൻ ആ കംസന്റെ കാരാഗ്രഹത്തില് ചതുർഭുജം അതായത് 4 കൈകളോട് കൂടിയിട്ട് അത്യത്ഭുത ബാലനായിട്ട് പ്രകാശിക്കുകയാണ്. ആ ഭാഗങ്ങളാണ് ഇനി പാരായണം ചെയ്യണത്. ആ ഭാഗങ്ങൾ പാരായണം ചെയ്ത് ഭഗവാന്റെ ആ ഭാഗങ്ങൾ പാരായണം ചെയ്തിട്ട് ഇന്നത്തെ ആ കൃഷ്ണാവതാരത്തിൻ്റെ ആ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നാമം ജപിച്ച് ഇന്നത്തെ ആ ശ്രീകൃഷ്ണ അവതാര പാരായണ ഭാഗം ഇവിടെ സമർപ്പിക്കാം. എല്ലാവരും അവരവരുടെ വീട്ടുകളിൽ ധാരാളം നാമം ജപിക്കുകയൊക്കെ ചെയ്യുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീശുകൻ പറഞ്ഞു എപ്പോൾ സർവഗുണാഭേദം കാലം പരമശോഭമായി എപ്പോൾ രോഹിണിയോടൊത്തു ശാന്തഗ്രഹതാരകൾ തെളിതാരകളൊത്തപ്പോൾ വിളങ്ങി ദിഗ്മന നഭസ്സുകൾ മാംഗല്യവാത്തായുലകിൽ പുരം ഗ്രാമം വ്രജം ഖനി ജലാൽ പ്രസന്നം നദികൾ അബ്ജശീലം നഭസ്സുകൾ കിളിയാൽ പൂങ്കുലകളാൽ അളിയാൽ മുഖരം വനം പുണ്യഗന്ധം പൂശി വീശി ശുദ്ധവായു സുഖാവഹം നുറുങ്ങിട്ടതുപോലെ
നുറുങ്ങിട്ടതുപോലാളി ദ്വിജതൻ ചന്തവഗ്നികൾ. ആ മനോഹരമായ കാലത്തെയാണ് പറയണത്. ആ സർവ എല്ലാം ഗുണമായിട്ട് തീർന്ന കാലം, പരമശോഭനായ സമയത്ത് ഇതാ എല്ലാ ദിക്കിലും ആ ചന്ദ്രനും, ശരിക്കും ചന്ദ്രൻ ആകാശത്ത് ചന്ദ്രനെ കാണണു, താരകൾ മിന്നണുണ്ട്. എല്ലാ ദിക്കിലും ആ ഒരു നല്ലതുണ്ടാവുക വെച്ചാൽ എല്ലാ ദിക്കിലും ആ നന്മയുടെ പ്രതീകങ്ങളായിട്ടുള്ള ഓരോന്നും ഇങ്ങനെ കാണുകയാണ്. ആ ജലം ആ നദികളൊക്കെ കുലം കുത്തി ഒഴിക്കാന്ന്, ആ നദികളൊക്കെ തെളിഞ്ഞ പ്രസന്നവദനകളായിട്ട് ഒഴുകണു. ആ സരസ്സുകളൊക്കെ നല്ല ഭംഗിയിൽ നിറയെ താമരകളൊക്കെ വിരിഞ്ഞു വരുന്നു. രാത്രിയൊന്നും താമര വിരിയാറില്ല, താമര വിരിഞ്ഞു വരണു. അതുകൊണ്ട് പൂങ്കുലകളൊക്കെ തിന്നുകൊണ്ട് കിളികളൊക്കെ പാട്ട് പാടണു. അതുപോലെ വണ്ടുകളൊക്കെ മൂളി ഇങ്ങനെ നടക്കണു. അങ്ങനെയുള്ള സമയത്ത് എല്ലാം ഈ യാഗാഗ്നികൾ ഒക്കെ ചെയ്യണ ദ്വിജന്മാരുടെ അവര് ആ അഗ്നി ഇങ്ങനെ കുറേശ്ശെയായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ അഗ്നികുണ്ഡത്തിലെ അഗ്നിജ്വാലകളൊക്കെ എങ്ങനെയുണ്ടോ അതിൻ്റെ ഉള്ളില് നുറുങ്ങ് വിറകുകളൊക്കെ വാരിയിട്ടാലെ പോലെ എങ്ങനെ അത് ഉയർന്ന് ആകാശത്തേക്ക് പൊന്തുകയാണ്. അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് അവരുടെ സന്തോഷം, ഭഗവാൻ വരുന്നതിൻ്റെ സന്തോഷം വിളിച്ചറിയിക്കുകയാണ് സർവപ്രപഞ്ചവും. ആ കടലൊക്കെ ഇങ്ങനെ എരമ്പിക്കൊണ്ട് അതിൻ്റെ ആ തിരമാലകളും എല്ലാവരും ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരി 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 എന്ന് വിളിക്കണ പോലെ ഓരോരുത്തരും അവരുടെ ഭാഷയിൽ ആ ഭഗവാനെ സ്തുതിക്കണ പോലെയാണ് തോന്നും. അങ്ങനെ ദേവൻ പാടി കിന്നര ഗന്ധർവർ കീർത്തിച്ചു സിദ്ധജ. അതിപ്രസന്നമായപ്പോൾ ദൈത്യേതര മനസ്സുകൾ അജണ്ട ജനനത്തിനായി താക്കി ദുന്ദുബി വിണ്ണവർ. പാടി കിന്നര ഗന്ധർവർ കീർത്തിച്ചു സിദ്ധചാരണർ വിദ്യാധരികളത്തോ ആടി നൃത്യമെന്ന അപ്സരസ്സുകൾ. ദേവന്മാരും മുനികളും പെയ്തു പൂമഴ മുത്തോടെ മുരണ്ടു കാർമുകിലുകൾ കടൽ പോലെ മയത്തോടെ. ദേവരൂപിണിയാം ദേവകിയിൽ നിന്നവതീർണനായി പാതിരാ കൂരിരുട്ടത്തു പിറക്കുന്നു ജനാർദ്ദനൻ. പൂർണേന്ദു പൂർവാശിയിൽ പോൽ വിഷ്ണു സർവഗുഹാശയൻ. നിശീധേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യം ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശയ. ആവിരാസിദ്ധ്യതാ പ്രാച്യം സിന്ധുരിവ പുഷ്കര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മഹാത്ഭുതൻ ബാലകനംബുജക്ഷണൻ ചതുർഭുജൻ ഗദായുധാന്വതൻ ശ്രീവത്സചിഹ്നൻ കളശോഭി കൗസ്തുഭൻ പീതാംബരൻ സാന്ദ്രപയോഗ സൗഭകൻ. മഹാർഗവൈഡൂര്യ കിരീടകുണ്ടലത്തിട്ടാൽ തിളങ്ങുന്ന സഹസ്രകുന്തളൻ. വിശിഷ്ടമം തോൾവല കാഞ്ചി കങ്കണം ധരിച്ച് മിന്നി വസുദേവ ദൃഷ്ടിയിൽ. അത്യത്ഭുതത്താൽ വസുദേവ കണ്ണിമേച്ചിടാതെ നോക്കി ഹരിയെ സുപുത്രനെ. കൃഷ്ണാവതാരോത്സവമത്തനായി
ദ്വിജർക്കുടൻ കൊടുത്താനയുധം പശുക്കളെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഹരേ നമ. ജയ ജയ ശ്രീ രാധേശ്യാം. നാരായണ 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 നാരായണ.